ഇന്ന് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു ക്രോയിസൻറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ ക്രോയിസൻറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കുന്നത്. പക്ഷേ ആ ക്രോയിസൻറ്റിൻ്റെ ഷേപ്പ് കൊടുത്തിട്ട് റെഡിയാക്കാൻ വേണ്ടി ആ ഷേപ്പ് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഫില്ലിംഗ് കൂടി വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. സാധാരണ നമ്മൾ ക്രോയിസൻറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വെക്കാറില്ലല്ലോ. ഇത് ഞാനിതിലേക്ക് ചീസും വയ്ക്കുന്നുണ്ട്, ചീസിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോയിസൻറ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ചീസ് ബ്രെഡെന്നോ ചീസ് ബണ്ണെന്നോ ചിക്കൻ ബ്രെഡെന്നോ ചിക്കൻ ബണ്ണെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇത് ശരിക്കും നമ്മൾ ബേക്കറിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ബ്രെഡുകളൊക്കെ ഇരിക്കുന്നത് കാണില്ലേ, അതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് കളർ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത് കുറച്ച് സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ ക്രോയിസൻറ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഈ ഷർട്ട് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഇത് ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് ഞാനൊരു ഷർട്ട് കാണിച്ചില്ലേ, $10 വാങ്ങിച്ചത്. ആ ഷർട്ടായിട്ടത് ഇന്നാണ് ആദ്യമായിട്ട് ഇട്ടത്. അപ്പോൾ ഈ നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 4 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം, ഒരു ഇളം ചൂടാക്കിയിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് ഓരോ ലെയർ ചപ്പാത്തിയുടെ മുകളിൽ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കും. അതിന് നിങ്ങൾ സെപ്പറേറ്റ് ബട്ടർ എടുക്കണം. ആ ബട്ടറിൻ്റെ ഒരു കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞില്ല, കാരണം അത് ആ ചപ്പാത്തിമ അത്യാവശ്യം നല്ല കനത്തിൽ നിങ്ങൾ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് അതിനുള്ള ബട്ടർ നിങ്ങൾ വേറെ സെപ്പറേറ്റ് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഇളം ചൂടുള്ള വെള്ളവും വേണം, പഞ്ചസാരയും വേണം, ഉപ്പും വേണം, ഈസ്റ്റും വേണം. പിന്നെ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണതിന് മുമ്പ് നമുക്ക് എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ള എടുക്കേണ്ട മഞ്ഞ, 2 മുട്ടയുടെ മഞ്ഞ എടുക്കുക, 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സിങ്ങാണ് നമ്മൾ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മിക്സിങ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാല് ഞാനിവിടെ ഇളം ചൂടാക്കിയിട്ട് എടുത്തിട്ട്, ഭയങ്കര ചൂടിൽ എടുക്കരുത്, കാരണം ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർക്കണുണ്ടല്ലോ. നല്ല ചൂടിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് വർക്ക് ചെയ്യില്ല. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്, ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് മൈദപ്പൊടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 1.25 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ഒരു കറക്റ്റ് അളവിലായിരിക്കണം, അപ്പോഴായിരിക്കും ഉപ്പിൻ്റെ ഒരളവ് കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമായിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്തു, 1/4 ടീസ്പൂൺ കൂടിയും ചേർക്കാം. അല്ല, പാത്രം കുറച്ച് നീങ്ങിയിരിക്കുകയായിരുന്നു, പിന്നെയാണ് ഞാൻ ക്യാമറയിലേക്ക് നോക്കിയത്, ഞാൻ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണ ഈസ്റ്റ് ഇല്ല, ആ ഈസ്റ്റ് ചേർക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളം 1/2 കപ്പ്, 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് വെള്ളം. പിന്നെ 6 ടേബിൾ സ്പൂൺ ബട്ടർ. അത് ഉപ്പുള്ള ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ, ഏത് ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യായിരുന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 4 കപ്പ് മൈദപ്പൊടി റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി പോലെ പരത്തും, വന്നിട്ട് ഓരോ ലെയറിൻ്റെ മുകളിലും ബട്ടർ തേച്ചിട്ട് ഓരോ ലെയർ ചപ്പാത്തി വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നല്ല കനം കുറച്ചിട്ട് പരത്തണം. അങ്ങനെ പരത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കനം കുറച്ചിട്ട് പരത്തുക. എന്നാൽ മാത്രം ഇത് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉൾഭാഗമൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ തുറന്ന് വയ്ക്കരുത്, എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്തിട്ട് വയ്ക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരാൻ വേണ്ടിയിട്ട്
ഒരു 3 മണിക്കൂറായിട്ട് എടുത്തത്. അത് ചിലപ്പോൾ നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് കുറച്ചും കൂടി നല്ല ചൂടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മാവ് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായി വന്നു കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടേ, ഈ മാവ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടാണ് ഇതൊന്നും കൂടി ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഇട്ടിട്ട് കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇട്ടിട്ട് നമ്മൾ എന്ത് മാവ് ഇതേപോലെ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ അത് ചപ്പാത്തിയുടെ പോലെ അത്രയ്ക്ക് ടൈറ്റ് ആവരുത്. അപ്പോഴും കുറച്ച് ലൂസായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മീഡിയം പീസായിട്ട് ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അത് നമ്മൾ ഉരുട്ടിയിട്ട് നമുക്കത് പരത്തിയിട്ട് എടുക്കണം. ഇതേപോലെ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ. അപ്പോൾ അത് ഒരു ഫിനിഷിങ്ങിൽ നമുക്കിതൊരു ബോളായിട്ട് കിട്ടും. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, അതേപോലെ പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പരത്തുമ്പോഴും കുറേശ്ശെ പൊടി ഒന്ന് വെതറി കൊടുക്കണം കേട്ടോ. അത് നോക്കിക്കേ, ഇതേപോലെ കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം, നമുക്ക് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. പൊടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ഇതാ അങ്ങനെ പാത്രത്തിലേക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ബട്ടർ ആവണം. എന്നാലും അത് ലാസ്റ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് വരുമ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് വരാം. കുറച്ച് ബട്ടർ ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒഴിച്ചും കൊടുത്തോട്ടോ. അപ്പോൾ ഇനി ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ബോൾ എടുത്തിട്ട് ഇതേപോലെ തന്നെ പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ലെയർ വയ്ക്കാം. ഇതേപോലെ നമ്മളിങ്ങനെ പരത്തിയിട്ട് ഓരോന്ന് വെക്കുമ്പോഴും ഓരോ ലെയർ വെക്കുമ്പോഴും ബട്ടർ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഇതാ ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വണ്ണ് കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ ഇനി ഇതാണ്ട് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ചേർത്തിട്ട്, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഇത് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഇത് ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് നല്ലൊരു മഞ്ഞ കളറായിരിക്കും, നല്ലൊരു ഗോൾഡൻ മഞ്ഞ കളർ കിട്ടണം. അപ്പോൾ മുട്ടയുടെ വെള്ളം എടുക്കരുത് കേട്ടോ, മഞ്ഞ മാത്രം എടുത്താൽ മതി. ഇത് ഇനി നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാം. ഒരുപാട് വേണ്ട, ഇതിവിടെ വയ്ക്കുക. ഇത് നമുക്ക് ഒന്നും കൂടി നല്ല കനം കുറച്ചിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കണം. ഫസ്റ്റ് നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്നും കൂടി കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കും. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിനകത്ത് നമ്മളിപ്പോൾ കുറേ ലെയറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് ചപ്പാത്തി പോലെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇത് ഇവിടെ നിന്ന് ഈ മുകളിൽ നിന്നും പരത്തി കൊണ്ടുപോകണം കേട്ടോ, അല്ലെങ്കിൽ മുകളിൽ കനത്തിലിരിക്കും. നമ്മൾ ഇതേപോലെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നായിട്ട് കട്ട് ചെയ്യുക, ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തിട്ട് ഒരു 4 പീസായിട്ട് ഫസ്റ്റ് കട്ട് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ, നേരെ കട്ട് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ പീസ് നമ്മൾ ഈ കോർണറിൽ നിന്ന് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ഇറക്കിയിട്ട് കൊടുത്താൽ മതി. എല്ലാവരും കോർണറിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. എല്ലാവരും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇതേപോലെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ നേരെ നേരെ കട്ട് ചെയ്യരുത്. ആദ്യത്തെ പീസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൈഡിൽ നിന്ന്, ഈ സെൻറ്ററിൽ നിന്ന് കൊടുക്കാണ്ട് കുറച്ചൊന്ന് സൈഡിൽ നിന്ന് ഇറക്കിയിട്ട് ആദ്യത്തെ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസുകളൊക്കെയും കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രിക്ക് പിടികിട്ടും. ദേ ഇവിടെ ഈ എല്ലാ പീസിൻ്റെയും ഈ എൻഡിലായിട്ട് സെൻറ്ററിലായിട്ട് ഇതേപോലെ പതുക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ്. ഇവിടെ നമ്മൾ ചീസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. ഇതിലേക്ക് ഞാനിവിടെ ചീസാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചീസിൻ്റെ ഫില്ലിങ് തന്നെ വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ചിക്കൻ്റെ ഫില്ലിങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ ഫില്ലിങ് വയ്ക്കുക, അല്ലെങ്കിൽ മുട്ടയുടെ ഫില്ലിങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ ഫില്ലിങ് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട്. ചീസും വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ട്. ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ 2-3 ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ചീസ് വെച്ചിട്ടും റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഫില്ലിങ് സാധാരണ നമ്മൾ എന്താ പറയുക, ബോൺലെസ് ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സബോളയും പിന്നെ ഞാൻ ക്യാപ്സിക്കവും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഈ വേവിച്ച് വെച്ചേക്കണ ആ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ ഇട്ടിട്ട് കറക്കിയിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെയാണ് ആ ഫില്ലിങ് റെഡിയാക്കിയേക്കുന്നത്. നോക്കിയേ ചിക്കൻ്റെ ഫില്ലിങ്. അത് ഇങ്ങനെ ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബോളാക്കിയിട്ട് വയ്ക്കും. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും ഫില്ലിങ് വെച്ചിട്ടുണ്ട്. പകുതി നമ്മൾ ചീസും വെച്ചു, കുറച്ച് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചു. ഇനി ഇത് നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ചീസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒതുക്കി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ബട്ടർ പേപ്പർ കൂടിയിട്ട് വെക്കണുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ വെക്കണം. രണ്ട് 4 6 8 10 12 14 16. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് 16 കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞയും പിന്നെ ബട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ മിക്സിങ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം നമ്മൾ എഗ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ബേക്ക് ചെയ്യണത് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യണത് 350 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. സെൻറ്റിഗ്രേഡിലാകുമ്പോൾ നിങ്ങളൊരു 170 അല്ലെങ്കിൽ 175 സെൻറ്റിഗ്രേഡിൽ വയ്ക്കാം. ഏകദേശം 1 മണിക്കൂർ എടുക്കും കേട്ടോ റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓവനിലെ ടെമ്പറേച്ചർ സെറ്റായി കഴിഞ്ഞിട്ടാണ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കി എൻ്റെ ഓവനിൽ 145 ആയിട്ടുള്ളൂ ടെമ്പറേച്ചർ. അത് സെറ്റായി കഴിഞ്ഞിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ റാക്ക് വെക്കുമ്പോഴുണ്ടല്ലോ, ഏറ്റവും അടിയിലാണ് റാക്ക് ഇരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഓവനിലും റാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കണം കേട്ടോ. കാരണം ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ നിന്നുള്ള ചൂട് വന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചൂടടിക്കുമ്പോൾ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഈ റാക്ക് ഞാനിപ്പോൾ മുകളിലേക്ക് കയറ്റി വെച്ചത്. കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, അടിയിലും വയ്ക്കാം മുകളിലും വയ്ക്കാം. അത് കുറച്ച് മുകളിലാണ് വെച്ചേക്കുന്നത്. ഇതാ നോക്കിക്കേ, നന്നായിട്ട് മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ലെയറുകളൊക്കെ നന്നായിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണേന്നറിയാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ബട്ടർ ബ്രെഡെന്നോ അല്ലെങ്കിൽ നമ്മൾ ചീസ് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിൽ, ചീസ് ബ്രെഡെന്നോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ ബ്രെഡെന്നോ അല്ലെങ്കിൽ ക്രോയിസൻ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറായിട്ട് എടുത്തത്. ഞാൻ 350 ഫാരനൈറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സെൻറ്റിഗ്രേഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 175 സെൻറ്റിഗ്രേഡിൽ വയ്ക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുമ്പോൾ
ബേക്ക് ചെയ്യുമ്പോൾ ചൂടടിയിൽ നിന്നാണല്ലോ വന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഇത് വെക്കണ റാക്ക് ഉണ്ടല്ലോ, റാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഓവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാക്ക് കുറച്ച് മുകളിലേക്ക് വെക്കണം കേട്ടോ. കാരണം അടിയിലിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഭയങ്കരമായിട്ട് ചൂട് വന്നിട്ട് ചിലപ്പോൾ അടിഭാഗം ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ബേക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രത്തിന് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബേക്കിംഗ് പാത്രത്തിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും അടിഭാഗം ഒന്നും കരിയാണ്ട് ശരിക്കും കിട്ടും. ഇത് ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്തിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കണം അത്രയ്ക്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും തൂത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഗ്ലേസിങ്ങിലിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ബട്ടർ വെച്ചിട്ടാണല്ലോ ഇത് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം അതിന് ഇരിക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ പുറത്തൊക്കെ നോക്കിക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിനകത്ത് ഇങ്ങനെ ലെയറുകളൊക്കെ തിരിഞ്ഞു വന്നേക്കുന്നുണ്ട്, കുറേ ലെയർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഓരോ ലെയർ നമ്മൾ പരത്തിയിട്ട് വെക്കുമ്പോഴും ഞാൻ ആ പറഞ്ഞേക്കണ പോലെ ബട്ടർ അത്യാവശ്യം നന്നായിട്ട് തൂത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തില്ലേ അതേപോലെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതേപോലെ നമുക്കിങ്ങനെ ലെയറുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ തിരിഞ്ഞ് കിട്ടുള്ളൂ.